ഹലോ ഫ്രണ്ട്സ്, നല്ല മഴയത്ത് കൊടിയും ചൂടി ഞാൻ നേരെ പോകുന്നത് മീൻ വാങ്ങിക്കാനാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം മീനൊക്കെ വളരെ കുറവാണ്. കാരണം ശ്രാവണ മാസം തുടങ്ങിയതുകൊണ്ട് ഇവിടുത്തുകാർ അധികം നോൺ വെജ് ഈ ഒരു മാസത്തേക്ക് കഴിക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ഏകദേശം കുറവായിരുന്നു. അത് മാത്രമല്ല, ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പം ഉള്ള മീനും ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഓരോരോ സെറ്റാക്കിയിട്ടാണ് കേട്ടോ മീൻ വെക്കൽ. അതിൽ 200 രൂപയുടെ 300 രൂപയുടെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആവോലിയും പുതിയാപ്പിളയാണ് കേട്ടോ. നല്ല കുഞ്ഞ് പുതിയാപ്പിള കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആവോലിയും വാങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ തരുവേ. എന്നാലും നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. എന്നാലും കുറേയൊക്കെ ഇവിടെ നിന്ന് വൃത്തിയാക്കി തരുവേ. പിന്നെ ഞാൻ നേരെ പോയത് തൊട്ടപ്പുറത്തെ പച്ചക്കറി കടയിലേക്കാണ്. അപ്പോൾ ഏതായാലും ഇറങ്ങി, മഴയായതുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെയാണ് ഉണ്ടത്. അപ്പോൾ കുറച്ചൊരു മഴ തോർന്നപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. തക്കാളിയും പച്ചമുളകും പാവക്കയും അതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട്. മഴയായതുകൊണ്ട് പിന്നെ അധികം പച്ചക്കറികളൊന്നും ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാനും പറ്റില്ലല്ലോ, കേടായി പോകുന്നതുകൊണ്ട്. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. പുതിയാപ്പിള ഇതിൻ്റെ തലയും പാലൊക്കെ അവർ കളഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പം തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് മീൻകറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നല്ല വൃത്തി എടുത്തിട്ട് തേങ്ങയും തൈരും ഒഴിച്ചിട്ടാണ് ഞാനിന്ന് കുഞ്ഞു പുതിയാപ്പിള കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. പിന്നെ ആവോലി മീൻ ഫ്രൈ ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച തേങ്ങയും തൈരും ഒഴിച്ച് കുറുക്കിയെടുത്ത മീൻകറി, അതുപോലെ തന്നെ ആവോലി ഫ്രൈ ഉണ്ട്, പിന്നെ പയറും മെഴുക്കുവരട്ടിയും ഉണ്ട്. അപ്പോൾ ചോറ് കഴിക്കേണ്ട സമയമാകുമ്പോൾ ഏട്ടൻ വിളിച്ചു ചോദിക്കും എന്താണ് ഇന്ന് കറി ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ നമുക്കൊക്കെ വീട്ടിൽ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എന്താണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരില്ലേ. അതാണ് ഏട്ടാ എനിക്ക് ഓർമ്മ വരല്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല മീൻകറിയും മീൻ ഫ്രൈയും പയറും മെഴുക്കുവരട്ടിയും, അതുപോലെ തന്നെ നല്ല ചൂട് ചോറും. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുവാണേ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഭക്ഷണം കഴിക്കുവാന്ന് കേട്ടോ. അച്ചുമോൻ അവിടെ താഴെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ കറി അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അച്ചുമോനോട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരങ്ങോട്ടും